അറിയോ? പിന്നെ അറിയോ. എങ്ങനെ? അയ്യോ, ഇൻസ്റ്റയിലൊക്കെ മറ്റേ റീൽ ചെയ്യുന്ന മറ്റേ ഫ്രീ ആയിട്ട് മേക്കപ്പ് എന്ന് ചേച്ചില്ലേ, യൂട്യൂബിൽ എന്റെ വീഡിയോക്ക് കമന്റ് ഇട്ടിരുന്നോ? എത്ര നാള് മുമ്പ് ഇട്ടതറിയോ? ഇന്ന് ഇട്ട റിപ്ലൈ നോക്കിയിരുന്നിട്ട് കൊറേ ആയായിരുന്നു. എന്താ ഇവിടെ എന്താ പരിപാടി? ഇവിടെ തന്നെ കാണാൻ വന്നതാ. ശരിക്കും മേക്കപ്പ് ചെയ്യണ്ട നമുക്ക്? അല്ല, സത്യം മേക്കപ്പ് ചെയ്യണ്ടേ? പിന്നെ ചെയ്യാം. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഒരു ഓട്ടോ പിടിച്ച് നേരെ നമ്മുടെ മോഡലിന്റെ വീട്ടിലേക്കായിരുന്നു. ഗൈസ്, ഇത് അപർണ, നമ്മുടെ ഇന്നത്തെ ഫ്രീ ബ്രൈഡൽ മേക്കപ്പിന്റെ മോഡലാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർ കൂടിയാണ് അപർണ. ഇത് പിന്നെ അറിയാലോ, ഞാൻ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുന്ദരമായ സൗണ്ടിന്റെ ഉടമ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ അപർണയെ സെലക്ട് ചെയ്തത് കേട്ടോ. എന്റെ പൊന്നു, പകുതി വഴിയായപ്പോ തന്നെ അപർണ നമ്മളിട്ട് ഒറ്റ ഓട്ടോ ഓടി. ഗൈസ്, എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയി ആള് പറയാൻ വേണ്ടി പോയതായിരിക്കും. എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് സ്ഥലത്ത് എത്തി. ആരും വന്ന് വിളിക്കാതെ അകത്ത് കയറുന്ന മോശമല്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്ത്. അപ്പൊ അപർണ തിരിച്ചു വന്നിട്ട് നാളെ എൻ്റെ അടുത്ത് അകത്തോട്ട് കയറാൻ പറയുന്നില്ല. കാരണം അപർണ മൊത്തത്തിൽ കിളിപോയി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മളതങ്ങ് സെറ്റ് ചെയ്ത് കാറ് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് അകത്തോട്ട് കയറി ചെന്ന്. ആദ്യം അകത്തോട്ട് കയറാൻ എനിക്ക് ഒരു ചമ്മലൊക്കെ, ആദ്യമായിട്ട് കാണുന്ന ആളുകളാകുമ്പോൾ. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്റെ ലോകമായിരിക്കും. ആദ്യത്തെ ഒരു ചമ്മലൊക്കെ ഉള്ളു, പിന്നെ അങ്ങോട്ടൊരു വിളയാട്ടാണ്. എന്നെ ആ വീട്ടുകാർ സഹിക്കണമല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും അപർണയ്ക്ക് പോയ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപർണ ഒന്ന് റിലാക്സ് ആയിരുന്നു വരെ നമുക്ക് നമ്മുടെ പണിയായുധങ്ങളൊക്കെ അങ്ങ് നിരത്തി വെച്ച് പണി തുടങ്ങാം. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണെന്ന രീതിയിലാണ് അപർണ നിൽക്കുന്നത്. അതിപ്പോ ആർക്കായാലും ഉണ്ടാകും. നമ്മൾ ഒരിക്കലും ചെയ്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ, അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. സാരമില്ലെന്ന് എല്ലാം ശരിയാക്കി എടുക്കാം. എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്, എൻ്റെ മോഡൽസിന് എനിക്കിതിന് മുമ്പേ പരിചയമുണ്ടോ, എനിക്ക് അറിയാവുന്നവരാണോ എന്നൊക്കെ. സത്യത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ മോഡൽസിനെയും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ കാണുന്നത്. അവർക്കുണ്ടാവേണ്ട ടെൻഷനൊക്കെ കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്കാണ് ഉണ്ടാവേണ്ടത്. കാരണം പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിരുന്നാൽ ഞാൻ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ എന്നെ കാണുമോ? ഇല്ല. അതാണ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതായത് ചുമ്മാ എങ്കിലും വീട്ടിൽ കുത്തിയിരുന്നാ പോരെന്ന്. ഞങ്ങളുടെ കുറച്ച് നൃത്യങ്ങളും പിന്നെ മേക്കപ്പിന്റെ ബിഫോർ വീഡിയോസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ആലോചിക്കുക 2 മിനിറ്റ് കിട്ടിയ അപ്പ ആലോചന എന്തുവാണോ എന്റെ ദൈവം, എനിക്കറിഞ്ഞൂടെ. എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മേക്ക് ഓവർ. അതെന്തായാലും സാധിച്ചു. കാരണം നേരത്തെയൊക്കെയെന്ന് പറഞ്ഞാൽ ചേച്ചി എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വൈറ്റ് ഗേൾസിന് മാത്രം ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യുന്നു, അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഒരു ഡസ്കി സ്കിന്നിന് പോലെ, അതായത് എന്നെ പോലെയുള്ള ആളുകൾക്കും ഒരു മേക്ക് ഓവറൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. ചേച്ചി ഇപ്പം ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് ചേച്ചീനെ കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പം എന്നെപ്പോലെയുള്ള ഇപ്പം ഡസ്കി സ്കിന്നായിട്ടുള്ള ഇതുപോലത്തെ ഗേൾസിനാണെങ്കിലും അവരുടെ ആഗ്രഹം പോലെ ഇങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യാൻ പറ്റുമല്ലോ. അതിന് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പം എന്നെക്കൊണ്ടും പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നു. നേരത്തെ എന്താ കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു സത്യം പറയാം. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെയൊക്കെ ഒരു മറ്റൊരാളുടെ അടുത്ത് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊക്കെ ആദ്യം നമ്മളെക്കുറിച്ച് വിചാരിക്കും നമ്മുടെ നെഗറ്റീവ്സ് ആയിരിക്കും. അതിപ്പോൾ മെന്റലി ആണെങ്കിലും ശരി, ഫിസിക്കലി ആണെങ്കിലും. അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ, അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാനിവിടെ പോകുന്നില്ല, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇതൊരു അഡ്വൈസോ മോട്ടിവേഷനോ ഒന്നുമല്ല. നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തമാശ രൂപയാണ് നമ്മുടെ നെഗറ്റീവ്സ് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആർക്കാ? നമുക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താ, എന്നെ എന്തായാലും മനസ്സിലാക്കാത്തത്. എങ്ങനെ മനസ്സിലാക്കൂടാ? നമ്മൾ പറയാതെ നമ്മളെ എങ്ങനെ മറ്റൊരാൾക്ക് മനസ്സിലാവുക? നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ എന്താണെന്ന്. നമുക്കൊക്കെ നമ്മുടേതായ കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നുന്ന കഴിവുകേട്, നെഗറ്റീവ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്നും അല്ലാന്ന് തോന്നുന്ന സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തും. കാരണം കഴിവാണ് ഏറ്റവും വലുത്. കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാൻ പറ്റും. പിന്നെ കഴിവ് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം, വളർത്തിയെടുക്കണം. കഷ്ടപ്പെടാതെ ഒന്നും നടക്കില്ല മക്കളെ.
താഴെ നോക്കി താഴെ. അതെങ്ങനെ ഊരി എടുക്കുന്നേ? ഇവിടെ 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 നോക്കട്ടെ, ഇവിടെ 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 നോക്കി. ഓക്കെ കഴിഞ്ഞ ഓക്കെ. വന്നപ്പോൾ തൊട്ട് അപർണയുടെ ടെൻഷനായിരുന്നു കണ്ണിൽ എങ്ങനെ ലെൻസ് ഇടുമെന്നതിനെ കുറിച്ച്. അങ്ങനെ അത് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ചെറിയ ടെൻഷനൊക്കെ ഉള്ള ആളാണെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാട്ടോ അപർണ. അതിപ്പോൾ ലെൻസ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്ത കാര്യത്തിലാണെങ്കിലും. കാരണം ആൾക്ക് ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ. പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുമല്ല ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കാര്യം ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ മോഡൽസിൻ്റെയും ഫാമിലി നമുക്ക് നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. നമ്മൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ ഈ കസരത്തൊക്കെ കണ്ടോണ്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട്. ഇതാ അങ്ങോട്ട് നോക്ക്. സംഭവം തീരുന്നവരെ അപർണയുടെ അമ്മമ്മ നമുക്ക് കട്ട സപ്പോർട്ടായിരുന്നു. അമ്മമ്മ മാത്രമല്ല കേട്ടോ, ഫാമിലിയുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപർണയ്ക്ക് അമ്മ ഫുഡൊക്കെ വാരി കൊടുക്കുമ്പോൾ ശരിക്കും ഒരു പ്രൈഡിന് അമ്മ ഇങ്ങനെ നമുക്ക് മോർണിംഗ് ടൈമിൽ മേക്കപ്പിന് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഒരു കല്യാണം പ്രതീതിയായിരുന്നു നമുക്ക്. അപർണയുടെ കല്യാണം മേക്കപ്പ് എന്തായാലും നമുക്ക് തന്നെയായിരിക്കും. പെട്ടെന്ന് നല്ലൊരു ചെറുക്കനെ കിട്ടട്ടെ. നിങ്ങൾ മറക്കണ്ട, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മുടെ ബ്രൈഡൽ പാക്കേജ്. അപ്പോൾ ഉടനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മേക്കപ്പിന് നമ്മുടെ പേജിൽ നിന്ന് ഓർത്ത് വെച്ച് ബ്ലാക്ക് ഫിഷ് ദ മേക്കപ്പുകൾ എന്ന ID. അപ്പോൾ എൻക്വയറീസിന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മുടെ മോഡലിനെ മുടി വെച്ചിരിക്കുന്ന പൂവിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളങ്ങനെ അവസാനത്തെ മിനുക്കുപണിയിലാണ്. എനിക്കും പേഴ്സണലി നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു വർക്കായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ മോഡലിൻ്റെ സന്തോഷം കണ്ട മക്കളെ, നമ്മൾ കാരണം ഒരാളെ സന്തോഷിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് കിടുക കേട്ടോ. അപ്പം ഞാൻ വഴി നിങ്ങൾ സന്തോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം. നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. സന്തോഷിച്ച് കാവടത്തുള്ളിയാണ് പോകുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് നടക്കാൻ പോകും സത്യം പറഞ്ഞൊരു യുദ്ധമാണ്. ലൊക്കേഷനായിട്ട് നമുക്ക് അടിപൊളി സ്ഥലമായിട്ടോ കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. അപർണയുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമായിട്ടോ ഇത്. നിപ്പും ഭാവമൊക്കെ കണ്ടാൽ തോന്നും ഞങ്ങൾ ഈ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നവരാണെന്ന്. അത് വെറും തോന്നൽ മാത്രമാണ്. സ്ഥലത്തെക്കുറിച്ചും ഫ്രെയിമിങ്ങിനെ കുറിച്ചൊക്കെ അപർണ വലിയ വലിയ ബെഡായൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിന്റെ വടക്ക് കിഴക്ക് മൂല നോക്കി അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള പ്ലാനാണ്. ഫോട്ടോഷൂട്ട് എന്ന യുദ്ധത്തിന് വേണ്ടിയുള്ള അപർണയുടെ അവസാന തയ്യാറെടുപ്പുകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടവുകളും ഫോട്ടോ പോസുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അപർണയെ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ വിചാരിക്കും ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണെന്ന്. അങ്ങനെയല്ല ഗൈസ്. ഒരു ഫോട്ടോ എങ്കിലും നല്ല എടുക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടാണ് കിട്ടിയത്. പിന്നെ അങ്ങോട്ട് 2 മണിക്കൂർ ഓട്ടമായി, ബഹളമായി, അപർണ ഒരു പരുവമായി ഗൈസ്. ഈ പരിപാടിക്കുണ്ടല്ലോ ക്ഷമ മസ്റ്റാണ് മക്കളെ. ആദ്യമായിട്ടും ഒരുപാട് ക്ഷീണിച്ചിട്ടും അപർണയുണ്ടല്ലോ കട്ടയ്ക്ക് വിളിച്ചത്. കാരണം ആൾക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എന്റെ ഐഡിയ ആയിരിക്കും, അതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. എന്നായിരിക്കും ആ ഒരു സത്യം പറഞ്ഞാൽ മനസ്സിലായിരിക്കുന്നത്. എന്തായാലും പരിപാടി വിചാരിച്ചതിലും കളറായി, കളർഫുള്ളായി. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടാണ് മേക്കപ്പിന്റെ ആഫ്റ്റർ വീഡിയോസ് ഒക്കെ എടുത്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. അതിപ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള സജഷൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കമന്റ് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് ഇതുപോലെ മേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ബ്ലാക്ക് ഫിഷ് ദി മേക്കപ്പ് ഗേൾ എന്ന യൂട്യൂബ് ചാനലിൽ പോയി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫ്രീ മേക്കപ്പ് ഓപ്പർച്യൂണിറ്റി മസ്റ്റായിട്ടും കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കൂടി ഇറങ്ങി. അപ്പോൾ സ്വന്തം വണ്ടി തിരിച്ചു പോകും. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട് അടുത്ത മോഡൽ. അപ്പോൾ പുതിയ മോഡലുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.